الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിൽ ബാബുൻ ജാമിഉൻ എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഹദീസുകളാണ്. നമ്മൾ പറഞ്ഞു ബാബുൻ ജാമിഉൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് വ്യത്യസ്ത മസ്അലകൾ ചർച്ച ചെയ്ത ഹദീസുകളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബാബുൻ ജാമിഉൻ എന്ന് പറഞ്ഞ് കൊടുക്കാറുള്ളത്. 3 വ്യത്യസ്ത വിഷയങ്ങളാണ് കഴിഞ്ഞ 3 ഹദീസുകളിലായി ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി 4ാമത്തെ ഹദീസ്, അഥവാ ഈ അധ്യായത്തിലെ 4ാമത്തെ ഹദീസ്. عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم من نسي صلاة فليصلها إذا ذكرها ولا كفارة لها إلا ذلك وأقم الصلاة لذكري. ولمسلم من نسي صلاة أو نام عنها فكفارتها أن يصليها إذا ذكرها. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ സലാത്തൻ, ആരെങ്കിലും ഒരാൾ ഒരു നിസ്കാരം മറന്നുപോയി, ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, അത് ഓർമ്മ വന്നയുടൻ അവൻ അത് നിസ്കരിച്ചു കൊള്ളട്ടെ. വലാ കഫാറത ലഹ ഇല്ലാ ദാലിക്, അതല്ലാതെ അതിന് മറ്റ് പ്രായശ്ചിത്തമൊന്നുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി, വഅഖിമിസ് സലാത്ത ലിദിക്രി, നിസ്കാരം അത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതിനു വേണ്ടി അത് നിർവഹിക്കുക എന്ന്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിലുള്ളത് മൻ നസിയ സലാത്തൻ ഔ നാമ അൻഹ, ആരെങ്കിലും ഒരു നിസ്കാരം മറക്കുകയോ അതല്ല എങ്കിൽ ഉറങ്ങിപ്പോകുകയോ ചെയ്താൽ ഫകഫാറതുഹ, അതിനുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അൻ യുസല്ലിയഹ ഇദാ ദക്കറഹ, അത് ഓർമ്മ വന്നയുടൻ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ നിസ്കാരം അത് മറന്നുപോയാൽ, അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വമല്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പെട്ടുപോയി അതിനെക്കുറിച്ച് ശ്രദ്ധ ഇല്ലാതായി പോയാൽ എന്ത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം. അഥവാ ഒരാൾക്ക് നിസ്യാൻ സംഭവിച്ചു. നിസ്യാൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നേരത്തെ അറിയുന്ന ഒരു കാര്യം മറന്നു പോകുന്നതിനാണ് നിസ്യാൻ എന്ന് പറയുക. മറവി, അഥവാ ഇൽമ് നേരത്തെ ഉണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുള്ളത്, പക്ഷെ മറവി സംഭവിച്ചു. എന്നാൽ ജഹൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല, അങ്ങനെയാണ് അയാൾ ആ കാര്യം ചെയ്യാതിരിക്കുക. അപ്പോൾ ആളുകൾ 2 കാര്യം കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കും. ഒന്നുകിൽ അവർക്ക് നിസ്യാൻ സംഭവിക്കുക, മറവി സംഭവിക്കുക, അതല്ല എങ്കിൽ ജഹല് സംഭവിക്കുക, അറിവില്ലായ്മ സംഭവിക്കുക. ഇവിടെ നിസ്യാൻ വന്നാൽ അഥവാ മറവി വന്നാൽ എന്ത് ചെയ്യണം എന്നതാണ് ഈ ഹദീസിലുള്ള വിഷയം. മൻ നസിയ സലാത്തൻ, ആരെങ്കിലും ഒരാൾ ഒരു നിസ്കാരം അത് മറന്നുപോയി. ഇവിടെ സലാത്തൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏത് നിസ്കാരവും അതിൽപ്പെടും. ഫർളാകട്ടെ സുന്നത്താകട്ടെ ഏത് നിസ്കാരവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു നിസ്കാരം ഒരാൾക്ക് മറന്നുപോയി, ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, അത് ഓർമ്മ വന്ന ഉടൻ അത് അവൻ നിർവഹിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പോൾ ഓർമ്മ വന്ന ഉടൻ നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ പിന്നീട് അതിൽ വൈകിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ നിസ്കാരം പല രൂപത്തിലുള്ള നിസ്കാരങ്ങളുണ്ട്. ചില നിസ്കാരത്തിന് പ്രത്യേകമായ സബബുകളുണ്ട്, പ്രത്യേകമായ കാരണങ്ങളുണ്ട്. അങ്ങനെ കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ പിന്നീട് ആ കാരണം നീങ്ങിപ്പോയാൽ അത് ഇതേപോലെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഈ ഹദീസ് ആ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഏതുപോലെ ഒരാൾ ഗ്രഹണ നിസ്കാരമുണ്ട്. ഗ്രഹണ നിസ്കാരം അത് എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? സൂര്യന് അല്ലെങ്കിൽ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുമ്പോഴാണ് സലാത്തുൽ കുസൂഫ് നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗ്രഹണമുള്ള സമയത്താണ് അത് നിസ്കരിക്കേണ്ടത്. ഒരാൾ ഗ്രഹണമുള്ളത് അറിഞ്ഞിട്ടില്ല, മറന്നുപോയി, അല്ലെങ്കിൽ നിസ്കരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അയാൾ മറന്നുപോയി. അപ്പൊ ഗ്രഹണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ എന്നുള്ളത് ബാധകമാകുകയില്ല. കാരണം ഗ്രഹണ നിസ്കാരം ഗ്രഹണം ആകാശത്തുള്ളപ്പോൾ മാത്രമേ നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. ഇനി അതുപോലെ തന്നെയാണ് ജുമാ നിസ്കാരം. ജുമാ നിസ്കാരം അത് മസ്ജിദിൽ വെച്ച് ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത്. ഒരാൾക്കത് മറന്നുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, എഴുന്നേറ്റാൽ ഉടനെ അയാൾ ജുമാ നിസ്കരിക്കാൻ അയാൾക്ക് നിർവാഹമില്ല. അപ്പൊ അതിന് പ്രത്യേക കാരണങ്ങളുള്ള ചില കാര്യങ്ങളുണ്ട്. അതേപോലെ സലാത്തു തഹിയ്യ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുറെ അഹ്കാമുകൾ പറഞ്ഞത് തഹിയ്യത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. തഹിയ്യത്ത് നിസ്കാരം അതിന്റെ സബബ് മസ്ജിദിലേക്ക് വന്നാൽ ഇരിക്കുന്നതിന് മുമ്പായി 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒരാൾ മസ്ജിദിൽ വന്നു,
ഇരുന്നു, അയാൾ മറന്നുപോയി തഹിയ്യത്ത് നിസ്കരിക്കാൻ. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അയാൾക്ക് അതിന്റെ മഹൽ, അതിന്റെ സ്ഥാനം അത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല, ഇല്ല. അപ്പൊ അങ്ങനെ പ്രത്യേകമായ സബബുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള നിസ്കാരമാണ് എങ്കിൽ ആ സബബ് നിലനിൽക്കുമ്പോഴേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതല്ലാത്ത മുത്തലഖൻ നിരുപാധികമായിട്ടുള്ള ചില നിസ്കാരങ്ങളുണ്ട് എപ്പോഴും നമുക്ക് നിസ്കരിക്കാവുന്നത്. അത് പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യവുമില്ല, കാരണം അത് എപ്പോഴും ഒരാൾക്ക് നിസ്കരിക്കാം. അതിനൊരു പ്രത്യേക സമയമൊന്നും നിർണയിച്ചിട്ടില്ല. അപ്പം സമയം നിർണയിക്കാത്ത അത്തരം നിസ്കാരങ്ങൾ ഒരാൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം. ഇവിടെ പറയുന്നത് സമയം നിർണയിച്ചിട്ടുള്ള, എന്നാൽ പ്രത്യേക കാരണമല്ല, സമയം നിർണയിച്ചിട്ടുള്ള ചില നിസ്കാരങ്ങളുണ്ട്. 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ പോലെ, രാത്രിയിലുള്ള വിത്റ് പോലെ, അതുപോലെ 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് മുൻപുമായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ പോലെ. അപ്പൊ ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ ആരെങ്കിലും മറന്നുപോയി, അങ്ങനെ മറന്നുപോയാൽ അയാൾക്ക് അതിനുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, അത് ഓർമ്മ വന്നാൽ ഉടനെ അവൻ അത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം വലാ കഫാറത ലഹ ഇല്ലാ ദാലിക്, അതല്ലാതെ മറ്റ് പ്രായശ്ചിത്തമൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ മറന്നുപോയതാണ് എങ്കിൽ എഴുന്നേറ്റാൽ വേറെ ഒന്നും അയാൾക്ക് ചെയ്യാനില്ല, 2 നിസ്കാരം നിസ്കരിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ആ നിസ്കാരത്തിന് മുന്നേ ആയി വേറെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മറിച്ച് ഉടനെ ആ നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, അഖിമിസ് സ്വലാത്ത ലിദിക്രി, തീർച്ചയായും നിങ്ങൾ നിസ്കാരം അത് നിർവഹിക്കണം. ലിദിക്രി, അതിന് 2 രൂപത്തിലുള്ള തഫ്സീർ വന്നിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പാരായണം ചെയ്തത് ഈ ഹദീസിന്റെ തുടർച്ചയായിട്ടാണ്, അതിന് തെളിവ് പിടിച്ചുകൊണ്ടാണ്. അഥവാ ഇദാ ദക്കർത ബഅദ നിസ്യാൻ, മറവിക്ക് ശേഷം നിനക്ക് ഓർമ്മ വന്നാൽ നീ നിസ്കാരം നിർവഹിക്കുക എന്നൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അഖ്മിസ് സ്വലാത്ത ലി ഇഖാമത്തി ദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. കാരണം നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 2 രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. മറന്നുപോയാൽ നിങ്ങൾ ഉടനെ നിർവഹിക്കുക എന്നുള്ള അർത്ഥത്തിലും, അതേപോലെ എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക എന്ന അർത്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി പറഞ്ഞത് ഔനാമ അൻഹ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങിപ്പോകുക എന്നുള്ളതാണ്. അപ്പൊ ഉറക്കിനെ കുറിച്ച് എന്താണ് ഉറക്കം എന്നുള്ളതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് മഅറൂഫായ അറിയപ്പെട്ട കാര്യമാണ്. ഇനി ഹദീസിൽ വന്നിട്ടുള്ള ഫവായിദാണ്, പ്രധാനപ്പെട്ട ഫവായിദാണ് ഈ ഹദീസിലുള്ളത്. അതിലൊന്ന് അൽ ഫായിദത്തുൽ ഊല അൽ ഉദ്റു ബിൻ നിസ്യാനി ഫീ തർക്കിൽ മഅ്മൂർ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് മറന്നുകൊണ്ട് ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് ഉദറുണ്ട് എന്നാണ്. അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം, അത് ഏതുമാകട്ടെ, ഇവിടെ നിസ്കാരത്തിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മറന്നുപോയതാണ്, അയാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചതല്ല. അത് 5 നേരത്തെ നിസ്കാരമാകട്ടെ, അതല്ലെങ്കിൽ ഒരാൾ സക്കാത്ത് കൊടുക്കാനൊക്കെ വെച്ച് തയ്യാറായിട്ട് വെച്ചതാണ്, പക്ഷെ പെട്ടെന്ന് മറന്നുപോയി, കൊടുത്തു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മറന്നുപോയി, അയാൾ അതിന്റെ പേരിൽ കുറ്റക്കാരനാവുന്നില്ല. അതല്ലെങ്കിൽ അതേപോലെ ഏത് നിർബന്ധ കാര്യവും ഒരാൾ ചെയ്യണമെന്ന ഉദ്ദേശം അയാൾക്കുണ്ട്, പക്ഷേ മറവി അയാളെ കീഴടക്കി, അങ്ങനെ മറന്നുകൊണ്ടാണ് അയാൾ അത് ഉപേക്ഷിച്ചത് എങ്കിൽ അയാൾക്ക് ഉദുറുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ഹദീസ് എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതുമാണ്, നമ്മോട് ദുആ ചെയ്യാനായിട്ട്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്താന, റബ്ബേ ഞങ്ങൾക്ക് മറവി സംഭവിച്ചാലും അതല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചാലും റബ്ബേ നീ ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന ആയത്തുൽ കുർസിയിൽ എന്ന് ആമന റസൂലിൽ അതിന്റെ അവസാനത്തെ ആയത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ ഫായിദ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കാര്യങ്ങൾ മറവി കൊണ്ടാണ് അത് ചെയ്യാതെ വന്നത് എങ്കിൽ അതിന് ഉദ്റുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഫായിദ അന്നൽ മഅ്മൂറ ബിഹി ലാ യസ്ഖുതു ബിനിസ്യാനിഹി, അങ്ങനെ ഉദ്റുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യേണ്ടതില്ല എന്നല്ല, അത് ചെയ്യുക നിർബന്ധമാണ്. മറന്നു എന്നുള്ളത് കൊണ്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല, ഓർമ്മ വന്നാൽ ചെയ്യണം. ബൽ യുതാലബു ബിഹി ഇദാ ദക്കർ, ഓർമ്മ വന്നാൽ അത് ചെയ്യൽ നിർബന്ധമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ നസിയ സ്വലാത്തൻ ഫൽയുസല്ലിഹാ ഇദാ ദക്കറഹ, അത് ഓർമ്മ വന്നാൽ നിസ്കരിക്കണം. ഞാൻ മറന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ആയിരുന്നു സക്കാത്ത് കൊടുക്കേണ്ടത്, മറന്നു, ഇനിയിപ്പോ അടുത്ത വർഷം നോക്കാം എന്നല്ല, ഓർമ്മ വന്നാൽ ഉടനെ ചെയ്യണം. നിസ്കാരവും അങ്ങനെ തന്നെ, നമ്മൾ മറന്നുപോയി, അതിനിപ്പോ മറന്നുപോയി അതിനൊന്നും ചെയ്യാനില്ല എന്നല്ല, മറന്നുപോയാൽ ഓർമ്മ വന്ന ഉടൻ നിസ്കരിക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഓർമ്മ വന്ന ഉടൻ നിസ്കരിക്കുന്നത് സാധാരണഗതിയിലുള്ള ഫർള് നിസ്കാരങ്ങളൊക്കെ നമുക്കറിയാം, അത് അതേപോലെ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ്.
എന്നാൽ വിത്തറാണെങ്കിൽ അതിലൊരു മാറ്റമുണ്ട്. രാത്രി ഒരാൾ എന്നും വിത്തർ നിസ്കരിക്കുന്നതാണ്, ഒരു ദിവസം ഉറങ്ങിപ്പോയി, അല്ല എങ്കിൽ അയാൾക്ക് മറന്നുപോയി, അയാളെ സംബന്ധിച്ചിടത്തോളം പകൽ നിസ്കരിക്കുന്ന സമയത്ത് അത് ഇരട്ടയാക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഗലബഹു വജഉൻ ഔ നൗമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വല്ല പ്രയാസമോ അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉറങ്ങിപ്പോകുകയോ ചെയ്താൽ സല്ലല്ലാ മിനൻ നഹാരി 12 റക്അ, പകലിൽ 12 റക്അത്ത് അവിടുന്ന് നിർവഹിക്കുമായിരുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിർവഹിക്കാറുണ്ടായിരുന്നത് 11 റക്അത്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഉറങ്ങിപ്പോകുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുന്നേൽക്കാനുള്ള പ്രയാസമുണ്ടായി, വേദനകളുണ്ടായി, അങ്ങനെ കടന്നു പോവുകയോ ചെയ്താൽ രാവിലെ പകല് അത് 12 റക്അത്തായിട്ടാണ് നിർവഹിക്കുക. അപ്പോൾ ഒരു 3 റക്അത്ത് നിർവഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിപ്പോകുകയോ മറന്നു പോവുകയോ ചെയ്താൽ അവർ 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അത് പകലായാൽ ഇഷ്റാഖ് കഴിഞ്ഞാലുള്ള സമയത്ത് ഏത് നേരവും പകലായാൽ അത് നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുക. ഇനി 5 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ മറന്നുപോയാൽ 6 റക്അത്ത് നിസ്കരിക്കുക. അതിലൊരു വ്യത്യാസം ഉണ്ട്. അതല്ലാത്ത മറ്റ് നിസ്കാരങ്ങളെല്ലാം അതേ സിഫത്തിലാണ് നിർവഹിക്കുക. ഫജർ 2 റക്അത്ത് നഷ്ടപ്പെട്ടാൽ 2 തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ളുഹർ 4 റക്അത്ത് ഒരാൾ മറന്നുപോയാൽ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാൽ 4 തന്നെയാണ് നിർവഹിക്കുന്നത് എന്നാണ്. ഇനി ഇതിൽ അടുത്ത ഫായിദയായിട്ട് പറയുന്നത് തുഖ്ലൽ ഫായിതതു ബിസിഫതിഹ, അതേ സിഫത്തിൽ നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കും. ഫൽയുസല്ലിഹ എന്നാണ് പറഞ്ഞത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജർ നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോയി. അവിടുന്ന് ഒരു യാത്ര കഴിഞ്ഞ് ഒരു സ്ഥലത്ത് തങ്ങിയതാണ്. തങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസ് കൂടിയായിരിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു, നീ വിളിക്കണമെന്ന് ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ആരാണ് വിളിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിക്കാം. അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവസാനം അദ്ദേഹവും ഉറങ്ങിപ്പോയി. പിന്നീട് നേരം പുലർന്നപ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. സാധാരണ എങ്ങനെയാണോ നിസ്കരിക്കാറുള്ളത്, ഖളാഹ കമാ കാന യഫ്അലുഹ കുല്ലയും, എല്ലാ ദിവസവും എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത് അതേപോലെ തന്നെയാണ് ഖളാ ആക്കിയത്. അഥവാ പകലായി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒച്ചത്തിൽ ഓതേണ്ട ഫജറിലുള്ള ആയത്തുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ അത് പതുക്കെ ആക്കിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് പതുക്കെ ഓതുന്ന നിസ്കാരം ആരെങ്കിലും മറന്നിട്ട് രാത്രിയാണ് അയാൾക്ക് ഓർമ്മ വന്നതെങ്കിൽ അയാൾ പതുക്കെ തന്നെ അത് ഓതണം. ഇപ്പൊ ളുഹർ ഒരാൾ മറന്നു, മഗ്രിബിന് ശേഷമോ ഇഷാക്ക് ശേഷമാണ് ഒരാൾക്ക് ഓർമ്മ വന്നത് എങ്കിൽ ളുഹർ നിസ്കരിക്കുമ്പോൾ പതുക്കെ തന്നെ ഓതണം. ഇനി രാത്രിയുള്ള നിസ്കാരങ്ങൾ ഫജർ അല്ലെങ്കിൽ ഇഷ ഒരാൾ മറന്നുപോയി, അങ്ങനെ സംഭവിക്കാം. ഇഷ നിസ്കരിച്ചു എന്ന് വിചാരിക്കുന്ന ആള് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പെട്ടെന്ന് ളുഹറിന് മുമ്പോ ളുഹറിന് ശേഷമൊക്കെയാണ് ഓർമ്മ, ഞാൻ ഇന്നലെ രാത്രി ഇഷ നിസ്കരിച്ചിട്ടില്ല, ഞാൻ നിസ്കരിച്ചു എന്ന് വിചാരിച്ചു, അങ്ങനെ പോയി. പക്ഷേ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അയാൾ അത് നിർവഹിക്കുന്ന സമയത്ത് അയാൾക്കത് ഉച്ചത്തിൽ തന്നെ ഓതാം. അപ്പൊ അതിന്റെ അതേ സിഫത്ത് അങ്ങനെ തന്നെ പുലർത്തി പോരാം എന്നതാണ് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ യാത്രയിലാണ് ഒരാൾ മറന്നത് എന്ന് വിചാരിക്കുക. ഈ ഇഷ മറന്നത് യാത്രയിലാണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ യാത്രയിൽ നമുക്കറിയാം ഇഷ നിസ്കരിക്കേണ്ടത് 2 റക്അത്ത് മതി. 4 റക്അത്തുള്ള ആൾക്ക് 2 റക്അത്ത് മതി. അയാൾ ഓർമ്മ വന്നത് പിറ്റേന്ന് ളുഹറിന് ശേഷം മുമ്പോ ഒക്കെ ആയിട്ട് പകൽ ഓർമ്മ വന്നു എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെത്തിയെങ്കിൽ പോലും അള്ളാഹുവിൽ അയാൾക്ക് ബാധ്യതയായിട്ടുള്ളത് ആ 2 റക്അത്താണ്. ആ 2 റക്അത്ത് അയാൾ എന്ത് ചെയ്യണം, അതാണ് അയാൾ ഖളാ കിട്ടേണ്ടത്. ഇനി നേരെ തിരിച്ചുമാകാം, ഒരാൾ നാട്ടിലുള്ളപ്പോൾ ഇതേപോലെ ഒരു ളുഹർ നഷ്ടപ്പെട്ടു, പിന്നീട് യാത്രയിലായപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇന്നലെ നാട്ടിലുള്ളപ്പോൾ ളുഹർ ഞാൻ നിസ്കരിച്ചിട്ടില്ല അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ട്, അങ്ങനെയാണ് ഒരാൾക്ക് ഓർമ്മ വന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഉടനെ ളുഹർ നിസ്കരിക്കുമ്പോൾ അയാൾ 4 തന്നെ നിസ്കരിക്കണം. ഞാൻ യാത്രക്കാരനാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, 2 റക്അത്തായി ചുരുക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന് ഇയാൾക്ക് ബാധ്യതയായിട്ട് ബാക്കി നിൽക്കുന്നത് ആ 4 റക്അത്താണ്. അയാൾ ആ 4 റക്അത്ത് തന്നെ നിസ്കരിക്കണം എന്നുള്ള കാര്യം. അഥവാ അതേ സിഫത്ത് തന്നെ പുലർത്തി പോരുക. അത് ജഹറാണെങ്കിൽ ജഹർ പോലെ, സിറാണെങ്കിൽ സിർ, പതുക്കെ ഓതേണ്ടത് പതുക്കെ, ഉച്ചത്തിൽ ഓതേണ്ടത് ഉച്ചത്തിൽ. അതേപോലെ തന്നെ ഖസ്ർ ആക്കിയിട്ടുള്ള നിസ്കാരമാണെങ്കിൽ അങ്ങനെ നിർവഹിച്ചാൽ മതി. അതല്ല എങ്കിൽ അത് യാത്രയിലാണ് എങ്കിലും പൂർത്തിയാക്കിയിട്ട് തന്നെ നിസ്കരിക്കണം എന്നുള്ളത്. കാരണം ഫൽ യുസല്ലിഹ, അത് നിസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് എന്താണ് ഉള്ളത് അത് അതേപോലെ തന്നെ അതിന്റെ സിഫത്ത് പുലർത്തി പോരുക എന്നതാണ് വേണ്ടത് എന്നാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ഫായിദ വുജൂബുൽ മുബാദറതി ബിഖളാഇൽ മൻസിയ്യ, മറന്നുപോയ നിസ്കാരം അത് വേഗത്തിൽ നിർവഹിക്കൽ നിർബന്ധമാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം പറഞ്ഞത് ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ എന്നാണ്. അത് ഓർമ്മ വന്നയുടൻ അത് നിസ്കരിച്ചു കൊള്ളട്ടെ എന്നാണ്. ഇപ്പൊ ഒരു പക്ഷേ ഒരാള് രാത്രി ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക,
ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഫജറിന്റെ സമയമൊക്കെ കഴിഞ്ഞു എന്ന് കരുതുക. 6:30 ആയി എന്ന് വിചാരിക്കുക. ഫജറിന്റെ സമയമൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോക്കിയപ്പോൾ 6:30 ആയി, ഏതായാലും പോയി, ഇനി ഞാൻ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് ഉറങ്ങിയാലോ? ആ രണ്ടാമത്തെ ഉറക്കിന് അയാൾക്ക് കുറ്റാണ്. രണ്ടാമത്തെ ഉറക്കിന് അയാൾക്ക് കുറ്റകരമായി തീരും. ആദ്യത്തിന് അയാൾക്ക് ഇളവുണ്ട്. കാരണം അയാൾക്ക് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഫാറത്ത്, പ്രായശ്ചിത്തം എന്ന് പറയുന്നത് എഴുന്നേറ്റ ഉടനെ, എപ്പോഴാണ് ഉണർവ് വന്നത് ഉടനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഏതായാലും പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നാലോ അയാളെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരനാകും. പിന്നെ അയാൾ മനഃപൂർവ്വം നിസ്കാരത്തെ അതിന്റെ സമയത്ത് നിന്ന് ഒഴിവാക്കിയ കുറ്റം അയാൾക്ക് ലഭിക്കും. അതുകൊണ്ട് വുജൂബുൽ മുബാദറ ബിഖളാഇൽ മൻസിയ്യ, മറന്നുപോയ കാര്യം അത് നിർബന്ധമായി അപ്പോൾ തന്നെ നിർവഹിക്കണം. അത് സക്കാത്തിന്റെ ഒക്കെ അങ്ങനെ തന്നെ. ഒരാൾ മറന്നുപോയി, സക്കാത്ത് കൊടുക്കേണ്ട ഡേറ്റ് ആയിട്ടുണ്ട്, കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് കണക്കൊക്കെ കൂട്ടി വെച്ചു, മറന്നുപോയി, പിന്നീട് ഓർമ്മ വന്നാൽ ഉടനെ അയാൾ കൊടുക്കണം. അതല്ലാതെ ഇനിയിപ്പം ഏതായാലും കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി വൈകിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് വൈകിപ്പിക്കാൻ പാടില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം അതിന്റെ സമയത്തിന് സക്കാത്തിന്റെ പോലെ അത്രയും വിശാലത ലഭിക്കുകയില്ല. ഉടനെ ഓർമ്മ വന്നാൽ ഉടനെ അയാൾ നിസ്കരിക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അത് എപ്പോഴും അതങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും നമ്മൾ പിന്നീട് അങ്ങോട്ട് വൈകിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇനി 6ാമത്തെ ഫായിദ അന്നൽ കഫാറത ഖദ് തകൂനു ഫീ അംരിൻ ലാ ഇസ്മ ഫീ. ചില സമയത്ത് നമുക്ക് ചെയ്തു പോയാൽ കുറ്റമില്ലാത്ത കാര്യത്തിനും പ്രായശ്ചിത്തം ചിലപ്പോഴുണ്ടാകും. ദീനിൽ കുറ്റമില്ലാത്ത ചില കാര്യത്തിനും പ്രായശ്ചിത്തം ഉണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ കഫാറത ലഹ ഇല്ലാ ദാലിക്, അതല്ലാതെ മറ്റു പ്രായശ്ചിത്തം ഇല്ല എന്ന് പറഞ്ഞു. അതോ അതിനൊരു പ്രായശ്ചിത്തം ഉണ്ട് എന്നുള്ള നിലക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് മറന്നുപോയതാണ്, ഉദുറുണ്ട്, എന്നാലും അവന് പ്രായശ്ചിത്തമായിട്ട് ആ നിസ്കാരം നിർവഹിക്കുക. അവന് കുറ്റവുമില്ല, അവന് കുറ്റമില്ല, ഇതാണ് അവന്റെ പ്രായശ്ചിത്തം, ഉടനെ നിസ്കരിക്കുക എന്നുള്ള പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദീനിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ചെയ്താൽ കുറ്റമില്ല, പക്ഷേ പ്രായശ്ചിത്തമുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരാൾ മനഃപൂർവ്വമല്ലാതെ മറ്റൊരാളെ കൊല്ലുക എന്നുള്ളത്. എങ്ങനെയാണ് സംഭവിക്കുക? ഒരാളൊരു ആക്സിഡന്റ് ഒരാളുടെ കയ്യിൽ നിന്ന് പറ്റി, അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല. അയാൾ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുന്നിലേക്ക് ചാടി വീണു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ തെറിച്ചു ഇയാളുടെ മുന്നിൽ വന്നു, ഇയാളെ കാരണത്താൽ അയാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. ദീനിൽ അയാൾ ഒരാളെ കൊന്നു എന്നുള്ള രീതിയിലുള്ള ഹുക്കുമല്ല ദീനിൽ ഉണ്ടാവുക. ഇവിടെ എങ്ങനെ ആയാലും ദീനിൽ അങ്ങനെയല്ല. ഒരാൾ കൊന്നു എന്നുള്ള നിലക്കുള്ള ഹുക്കും അയാൾക്ക് വരികയില്ല. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനുള്ള ബ്ലഡ് മണി പ്രായശ്ചിത്തമായിട്ട് അത് കൊടുക്കേണ്ടതുണ്ട്. ഈ മരിച്ചാൽ അതിനുള്ള പ്രായശ്ചിത്തം കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അയാൾ മനഃപൂർവ്വമല്ലാത്തതിനാൽ അയാൾക്ക് കുറ്റമില്ല, പക്ഷെ അതിന് പ്രായശ്ചിത്തമുണ്ട്. അപ്പൊ ചില കാര്യത്തിന് കുറ്റമില്ലെങ്കിലും പ്രായശ്ചിത്തമുണ്ട് എന്നുള്ളതിന് ഈ ഹദീസിലും തെളിവുണ്ട് എന്നുള്ളതാണ്. 7ാമത്തെ ഫായിദ ഇസ്തിജ്ഹാദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികലാമില്ലാഹി തആല ലിഖൗലിഹി വതലാ ഖൗലഹു തആല വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ട് തെളിവിനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് പാരായണം ചെയ്തത്. ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്യുകയാണ്. നിസ്കാരം അത് ഓർമ്മ വന്നാൽ ഉടനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, അതല്ലെങ്കിൽ നിസ്കാരം ഓർമ്മ വന്നാൽ ഉടനെ നിർവഹിക്കുക എന്ന അർത്ഥത്തിൽ ആ ആയത്താണ് പാരായണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾക്ക് തെളിവായിട്ട് ആയത്ത് പാരായണം ചെയ്യാം എന്നതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചതാണ്. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. അവർ പറയുന്ന കാര്യത്തിനുള്ള തെളിവ് അത് ഒന്നുകിൽ ആയത്തായിരിക്കും, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായിരിക്കും. അതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് വ്യാഖ്യാനങ്ങൾ പറയുകയില്ല. 8ാമത്തെ ഫായിദ അന്നൽ ഇൻസാൻ ഇദ ഇസ്തശ്ഹദ ബിആയ, ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഒരു ആയത്ത് ഓതി, ഇതേപോലെ ഔ അതാ ബിഹാ ദലീലൻ അലാ ഹുക്മി മസ്അല, ഒരു മസ്അല പറഞ്ഞിട്ട് അതിന്റെ തെളിവ് ഇന്ന ആയത്താണ് എന്നൊക്കെ അവൻ പറഞ്ഞാൽ ഫഇന്നഹു ലാ യൽസമുഹു ഇസ്തിആദതു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് അപ്പോൾ അവൻ പാരായണം ചെയ്യേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതിയതായി ഇവിടെ ഹദീസിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, നോമ്പിന്റെ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, തൗഹീദിന്റെ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മളെ പഠിച്ചത്, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ തെളിവ് പറയുന്ന സമയത്ത് അപ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതേണ്ടതില്ല. കാരണം അത് നമ്മൾ തിലാവത്ത് ഉദ്ദേശിച്ച് പാരായണം ഉദ്ദേശിച്ചാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഔദു ഓതിയിട്ട് നിസ്കാരം ആരംഭിക്കേണ്ടത്, പാരായണം ആരംഭിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഒരു ഇസ്തിഷ്ഹാദിന് വേണ്ടി, ഒരു തെളിവിന് വേണ്ടി ഒരു ആയത്ത് പറയുന്ന സമയത്ത് എന്ത് വേണ്ടതില്ല, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും ഇതേപോലെ ചെയ്തത് കാണാം. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു
മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്ന വ മഖഅദുഹു മിനൻ നാർ. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാളുമില്ല അവന്റെ സ്വർഗത്തിലുള്ള മഖഅദ് ഇരിപ്പിടം അത് അള്ളാഹു നേരത്തെ കൂട്ടി എഴുതിയിട്ടല്ലാതെ, അതേപോലെ നിങ്ങളുടെ നരകത്തിലുള്ള ഇരിപ്പിടം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി അത് എഴുതിയിട്ടല്ലാതെ. അത് ഓരോരുത്തരും സ്വർഗത്തിൽ എവിടെയായിരിക്കും നരകത്തിൽ എവിടെയായിരിക്കും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അതെല്ലാം നേരത്തെ അറിഞ്ഞു മനസ്സിലാക്കി അത് അവൻ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. കാരണം അള്ളാഹു തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ നന്മയാണോ ചെയ്യുക തിന്മയാണോ ചെയ്യുക എന്നതറിയാൻ നമ്മൾ ചെയ്തിട്ട് വേണ്ട. അതിനു മുമ്പ് തന്നെ അള്ളാഹു തആലയുടെ ഇൽമ് അതിനെല്ലാം ചുഴിഞ്ഞു നിൽക്കുന്നതാണ്. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നേരത്തെ കൂട്ടി അറിയാൻ സാധിക്കും. ഒരടിമയെ പടക്കുന്നതിന് മുമ്പ് തന്നെ അവനെ പടച്ചാൽ അവൻ എങ്ങനെയായിരിക്കും ഉണ്ടാകുക, എന്ത് അമലാണ് അവൻ ചെയ്യുക, അവൻ നന്മയും തിന്മയും കാണിച്ചു കൊടുത്താൽ ഏതാണ് അവൻ തിരഞ്ഞെടുക്കുക, ഏത് വഴിയിലായിരിക്കും അവൻ സഞ്ചരിക്കുക, അവന്റെ അവസാനം ആഖിബത്ത് എന്തായിരിക്കും, അള്ളാഹു തആലക്ക് ഇതെല്ലാം നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എവിടെയാണ് പ്രവേശിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി എഴുതിയിട്ടുണ്ട്. അഥവാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നദഉൽ അമൽ വനത്തകിലു അലാ മാ കുതിബ്, എങ്കിൽ ഞങ്ങൾ അമലൊക്കെ ചെയ്യുന്നത് നിർത്തട്ടെ, നമുക്ക് അള്ളാഹു തആല ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ അവലംബിച്ച് ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ലെ, ആളുകൾക്ക് ഖദറുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എല്ലാം നേരത്തെ എഴുതിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അമലങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, എല്ലാം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ അമല് ചെയ്യേണ്ടതുണ്ടോ, കാരണം ഒക്കെ ചെയ്തിട്ടില്ലേ എന്നൊരു സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി ഈ സംശയം വരുന്ന ഖദറിന്റെ വിഷയത്തിൽ ഈ സംശയം വരുന്ന ആളുകൾക്ക് അവിടുന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു, ലാ, അങ്ങനെ നിങ്ങൾ അമൽ ഉപേക്ഷിച്ചുകൊണ്ട് എഴുതപ്പെട്ട കാര്യത്തിൽ അവലംബിക്കാൻ പാടില്ല. ഇഅ്മലു, നിങ്ങൾ അമല് ചെയ്യുക. ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്, നിങ്ങൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണോ പടച്ചിട്ടുള്ളത്, എന്തിലേക്കാണോ അവനെ പടച്ചിട്ടുള്ളത് അതിനു വേണ്ടി എളുപ്പം നൽകുന്നവനായിരിക്കും, അതിലേക്ക് എളുപ്പം നൽകുന്നവനായിരിക്കും. എന്നിട്ട് ആയത്ത് പാരായണം ചെയ്തു. സുമ്മ തല ഖൗലഹു തആല ഫഅമ്മാ മൻ അഅത വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്, അപ്പോൾ ആരാണ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തത്, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഹുസ്നയായ നല്ലതായ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിയത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്റ, അവന് നാം എളുപ്പമുള്ള മാർഗം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. എളുപ്പത്തിന്റെ മാർഗം അല്ലാഹു അതിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. അത് സ്വർഗത്തിന്റെ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. അല്ലാതെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് എന്ന ഒറ്റൊരു എഴുത്തല്ല, മറിച്ച് അയാൾ ഇന്ന നന്മകളൊക്കെ ചെയ്ത് ഇന്ന നന്മകളൊക്കെ അയാൾ സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തി, അമ്പിയാക്കളെ സത്യപ്പെടുത്തി, കിതാബിലുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് ഇങ്ങനെ നന്മകൾ ചെയ്ത് അയാളുടെ തിന്മകളെക്കാളും നന്മകൾ ഭാരം തൂങ്ങിയതായി അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നേരത്തെ എഴുതി എന്ന് പറഞ്ഞ് മിണ്ടാതെ എന്നാലോ, നമ്മളിങ്ങനെ മിണ്ടാതെ നിന്ന് നമ്മുടെ അമലുകളൊക്കെ കുറഞ്ഞ് എന്നായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഖൈറിലേക്ക് മുന്നേറുക. നമുക്ക് ഖൈറിലേക്ക് മുന്നേറാൻ സാധിക്കുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക, അൽഹംദുലില്ലാ, നമ്മളെ അവസാനം അത് നല്ലതിലേക്കായിരിക്കും. കാരണം നന്മകൾ ചെയ്യുന്ന ആളുകളോട് അല്ലാഹു തആല യാതൊരു ദുൽമും ചെയ്യുകയില്ല. ഇഖ്ലാസോടുകൂടി ഇത്തിബാഓടുകൂടി സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അമലുകൾ അള്ളാഹു പാഴാക്കുകയില്ല. അള്ളാഹു അവർക്ക് നല്ല അന്ത്യമായിരിക്കും നൽകുക. അവർ അത് അവസാനം വരെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ അമ്മാ മൻ ബഖില വസ്തഗ്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന് പിശുക്ക് കാണിക്കുകയും അവൻ സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്താൽ, അള്ളാഹുലേക്ക് തിരിയാതെ സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്താൽ, വകദ്ദബ ബിൽ ഹുസ്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ കളവാക്കുകയും ചെയ്താൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, അവനെ ഞെരുക്കമുള്ളതിലേക്കായിരിക്കും നാം അവന് നീട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗം സ്വീകരിക്കാതിരിക്കുക, ഹറാമുകൾ ചെയ്യുക, വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഇങ്ങനെയാണ് ഒരാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ, അങ്ങനെയാണ് ഒരാളെ കാണുന്നതെങ്കിൽ അവനെക്കുറിച്ച് അവസാനം എഴുതിയതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖൈറായ നന്മയുള്ള മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ നമ്മുടെ മസീറത്തും നമ്മുടെ അന്ത്യവും അത് നന്നായിരിക്കുമെന്നാണ്. ഇവിടെ ഈ ആയത്ത് പറയാൻ കാരണം, ഈ ഹദീസ് പറയാൻ കാരണം, ഈ ആയത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ ഒരായത്ത് പോലുമല്ല, കുറച്ചധികം ആയത്തുകൾ ഓതിയിട്ടുണ്ട്. അപ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തെളിവിന് വേണ്ടി നമ്മൾ ആയത്ത് പറയുന്ന സമയത്ത് ഔദ് ഓതണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ഒരാൾ ഓതിയാൽ തെറ്റില്ല, എന്നാൽ അത് നിർബന്ധമില്ല. പ്രത്യേകമായ പുണ്യവും അത് മുസ്തഹബാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതുമായിരുന്നു എന്നാണ്. അടുത്ത ഫായിദ അന്ന മൻ തഅമ്മദ തഅഖീറ الصلاة عن وقتها فإنه لا يقضيها تشديدا عليه لا تخفيفا عليه لأنه لو قضى 1000 مرة لم تقبل منه. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ആരെങ്കിലും മനഃപൂർവ്വം ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ, മനഃപൂർവ്വം ഒരാൾ ഒരു നിസ്കാരം ഉപേക്ഷിച്ചാൽ, അങ്ങനെ ഉപേക്ഷിച്ചാൽ പിന്നീട് അവൻ അത് ഖളാ വീട്ടേണ്ടതില്ല എന്നാണ്. ഇതങ്ങനെ പറയുന്ന ആക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു എളുപ്പമുള്ള കൗലാണല്ലോ എന്ന് പറയും. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് തശ്ദീദൻ അലൈഹി, അത് കടുപ്പമുള്ള വാക്കാണ്. ലാ തഖ്ഫീഫൻ അലൈഹി, എളുപ്പമുള്ള കാര്യമല്ല പറഞ്ഞത്, കടുപ്പമുള്ള കാര്യമാണ്. ലിഅന്നഹു ലൗ ഖളാ 1000 മറത്തിൻ ലം തുഖ്ബൽ മിൻ, കാരണം അവൻ 1000 പ്രാവശ്യം നിസ്കരിച്ചാലും അതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുകയില്ല. ഒരാൾ മനഃപൂർവ്വം ഒരു നിസ്കാരം ഉപേക്ഷിച്ചു, ഒരാൾ ഫജർ നിസ്കരിക്കണ്ട എന്ന് വിചാരിച്ചു. ചില പണ്ഡിതന്മാർക്ക് അടുക്കൽ ഒരു വക്ത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്നാണ്. ചില പണ്ഡിതന്മാർ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലർ 2 ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞതായി കാണാം. എന്തായാലും ഒരാൾ മനഃപൂർവ്വം ഒരു നിസ്കാരം ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾ അതിനു പകരമായി 1000 നിസ്കാരം തുടരെ നിസ്കരിച്ചാലും അള്ളാഹുവിൽ അത് സ്വീകാര്യയോഗ്യമായി തീരില്ല എന്നാണ്. അതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ, ആത്മാർത്ഥമായ തൗബ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊരു എളുപ്പമുള്ള കാര്യമല്ല, അവൻ അത്രയും ബേജാറാവണം. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രായശ്ചിത്തമുള്ള അമലുകളെല്ലാം, ദീനിൽ എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം എളുപ്പമുള്ള കാര്യമായിരിക്കും. ഇപ്പൊ കഫാറത്തുൽ യമീൻ, നമ്മളൊരു കാര്യം അള്ളാഹുൽ സത്യം ചെയ്തു പറഞ്ഞു, എന്നിട്ട് നമുക്കത് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അതിന് പ്രായശ്ചിത്തമുണ്ട്. 3 ദിവസം നോമ്പെടുക്കണം, അങ്ങനെയുള്ള പ്രായശ്ചിത്തങ്ങൾ. അതിനു മുമ്പ് ഒരടിമയെ മോചിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കുക. ഇത് സാധിച്ചിട്ടില്ല എങ്കിൽ ഒരാൾ 3 ദിവസം നോമ്പെടുക്കേണ്ടതുണ്ട്. അതൊക്കെ അയാൾക്ക് അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ കഫാറത്ത് എന്തെങ്കിലുമൊക്കെ ദീനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കാര്യം കുറച്ചുകൂടി എളുപ്പമാണെന്നാണ്. എന്നാൽ കഫാറത്തൊന്നും പറഞ്ഞു തരാത്ത വിഷയമാണെങ്കിൽ അത് കടുത്ത ഗൗരവമുള്ള കാര്യമാണ്. നീ അത് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഫാറത്ത് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടും എന്ന് നീ കരുതേണ്ടതില്ല. മറിച്ച് ആത്മാർത്ഥമായ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുക, അങ്ങനെയുള്ള തൗബ ചെയ്യണം. വലിയ തെറ്റാണ് നീ ചെയ്തത്. ഒരു നിസ്കാരമാണെങ്കിലും, പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും അവർക്കറിയാം അവൻ രാവിലെ എന്തായാലും എഴുന്നേൽക്കില്ല എന്നുള്ള നീയത്തിലാണ് പലപ്പോഴും പലരും അലാറം വെക്കുന്നത്. അവരുടെ അലാറം ഒക്കെ അങ്ങനെ ആയിരിക്കും, 8 മണിക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 7 മണിക്കൊക്കെ ആയിരിക്കും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയൊക്കെ വളരെ കടുത്ത കാര്യമാണ്, ഒരാൾ കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവന് 7-8 മണിക്കൊക്കെ എന്നാൽ അവന് ജോലിക്ക് പോകേണ്ട സമയമാണ്. അതിനെ നീച്ചാൽ മതി. അതിനു മുമ്പ് ഫജർ അവൻ മനഃപൂർവ്വം ആ വക്ത് ഒഴിവാക്കുകയാണ്. അങ്ങനെ മനഃപൂർവ്വം ഒരാൾ ഒരു വക്ത് ഒഴിവാക്കിയാൽ, അത് ഫജറിന്റെ വക്ത് അത് കഴിഞ്ഞു, സൂര്യൻ ഉദിക്കുന്നതോടുകൂടി അത് കഴിഞ്ഞിരിക്കുന്നു. അവൻ മനഃപൂർവ്വം ആ വക്ത് ഒഴിവാക്കിയാൽ അത് അല്ലാഹു തആല പിന്നീട് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അവൻ അത്ര ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ഖേദമുണ്ടായിക്കൊണ്ട് ഇനി ഒരിക്കൽ ഞാൻ ഇങ്ങനെ ചെയ്യുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തൗബ ചെയ്താലല്ലാതെ, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അപ്പൊ അത്രയും വലിയ പാപമാണ് മനഃപൂർവ്വം ഒരാൾ ഒരു വക്ത് ഉപേക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് കഫാറത്തില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അത് എളുപ്പമുള്ള ഒരു കൗലാണ് എന്നുള്ളത്. കാരണം ഇത് ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഖളാ വീട്ടണം എന്ന് തന്നെയാണ് ചില പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയാം. ഇത് പറയാത്ത പണ്ഡിതന്മാരുടെ കൗല് അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു അതിൽ നമ്മുടെ കൽപ്പന ഇല്ല എങ്കിൽ ഇത് തള്ളപ്പെടും. കാരണം ഒരു വക്തിന്റെ പുറത്തേക്ക് മനഃപൂർവ്വം നമ്മളൊരു അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിദ്അത്താണ് ചെയ്യുന്നത്. ആ വക്ത് അല്ലാഹു തആല നിശ്ചയിച്ചു തന്നതാണ്. ആ നിശ്ചയിച്ചതിന് പുറമായി ഞാൻ മനഃപൂർവ്വം നിശ്ചയിക്കുകയാണ്, സുബഹി ഞാൻ സൂര്യൻ ഉച്ചയൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് നിസ്കരിക്കും, അല്ലെങ്കിൽ ലുഹർ ഞാൻ ആ സമയമൊക്കെ കഴിഞ്ഞ് അസറിന് ശേഷം നിസ്കരിക്കും, അല്ലെങ്കിൽ മഗ്രിബ് ഇശാക്ക് ഞാൻ രാത്രി വന്ന് നിസ്കരിക്കും എന്നൊരാൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്നത് ശർഈയായി അനുവദിക്കപ്പെട്ട ജംഇനെ കുറിച്ചല്ല, ജംഇനെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത്. അങ്ങനെ ജംഇ ചെയ്യാൻ പറ്റാത്ത നിസ്കാരങ്ങളുണ്ടല്ലോ. ഒരാൾക്ക് ജംഇ ചെയ്യണമെങ്കിൽ അനുവദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പറ്റും. ഇപ്പൊ ഫജർ ഒരിക്കലും ജംഇ ചെയ്യാൻ പറ്റില്ല, അസർ ഒരിക്കലും ഒരാൾക്ക് മഗ്രിബിലേക്ക് ജംഇ ചെയ്യാൻ പറ്റൂല, ഇശാ ഒരിക്കലും ഒരാൾക്ക് ഫജറിനോടൊപ്പം ജംഇ ചെയ്യാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ അതിനെ മനഃപൂർവ്വം വൈകിപ്പിച്ചാൽ അത് കടുത്ത തെറ്റാണ്. ഒരുപാട് മുസ്ലിം യുവാക്കളിൽ നിന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണത്. അവരുടെ നിസ്കാരമൊക്കെ അങ്ങനെയാണ്. അവർ രാത്രി കിടന്നുറങ്ങുന്നത് വളരെ വൈകിയായിരിക്കും. ഇപ്പോൾ ചില സീസണിൽ ഫുട്ബോൾ ആയിരുന്നെങ്കിൽ വേറെ ചില സീസണിൽ ക്രിക്കറ്റ് ആയിരിക്കും, ഇനി വേറെ ചില സീസണിൽ മറ്റ് ആഘോഷ പരിപാടികളായിരിക്കും. ഒക്കെ കഴിഞ്ഞ് കുടിച്ചു വന്ന് രാത്രി
2-3 മണിക്കൊക്കെ ഉറങ്ങും. ഞാൻ പറയുന്നത് തീരെ നിസ്കാരമൊന്നും ഇല്ലാത്ത കള്ളുകുടിയന്മാരായ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ പേശുപോയ ആൾക്കാരെ കുറിച്ചിട്ടല്ല. അതൊരു വേറെ വിഭാഗമുണ്ടാവും, ചിലപ്പോൾ തീരെ നിസ്കരിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ ഉള്ള തൗഹീദൊക്കെ ഉള്ള നല്ല മക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെയാണ്, അവർ സുബഹി നിസ്കാരം എന്ന് പറയുന്നത് അവർക്ക് തോന്നിയ സമയത്ത് നിസ്കരിച്ചാൽ മതി എന്നുള്ള ധാരണയാണ്. അത് കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റിട്ട് അവർ വിചാരിക്കരുത് അവൻ അങ്ങനെ ഉറങ്ങിപ്പോയാൽ ഫൽ യുസല്ലിഹ ഇദാ ദക്റഹ. അല്ല, ആ വകുപ്പല്ല ഇത് മനഃപൂർവ്വം അവൻ വൈകിപ്പിക്കുന്ന കാര്യമാണ്. അവനറിയാം അവൻ ഇത്ര നേരത്താണ് എഴുന്നേൽക്കുക എന്നറിയാം. അവൻ അതിന് പ്ലാൻ ചെയ്തിട്ടാണ് ഉറങ്ങുന്നത്. 2, 3, 4 മണിക്കൊക്കെ കിടന്നുറങ്ങുക, എന്നിട്ട് 8 മണിക്കും 10 മണിക്കൊക്കെ എഴുന്നേൽക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ഇങ്ങനെ ചിലരെ കാണാൻ സാധിക്കും. കടുത്ത കാര്യമാണ്, കുഫറിനോട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ് അവൻ ചെയ്യുന്നത് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ അതിന് എത്ര നിസ്കരിച്ചാലും 1000 നിസ്കരിച്ചാലും പകരമാകുകയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവർക്ക് ഇനി ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഇനി നിസ്കരിക്കുന്ന ഫർദിനോടൊപ്പം ധാരാളം സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക. തൗബ ചെയ്തുകൊണ്ട് ദുഹാ നിസ്കാരങ്ങൾ പതിവാക്കുക, റവാത്തിബ് സുന്നത്ത് പതിവാക്കുക, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അതൊക്കെ ശ്രമിക്കുക. അങ്ങനെ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ അതൊക്കെ നിർവഹിച്ച് ആ കഴിഞ്ഞുപോയ പാപങ്ങളെ ഇല്ലാതാക്കി കളയാൻ അവൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സിയ്യാത്ത്, തീർച്ചയായും നന്മകൾ അത് തിന്മകളെ പോക്കിക്കളയുന്നതാണ്. അങ്ങനെ അവൻ നന്മയിലേക്ക് വരിക എന്നതാണ് വേണ്ടത്. അല്ലാതെ മനഃപൂർവ്വം ഉപേക്ഷിക്കുക എന്നുള്ളത് കടുത്ത തെറ്റാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അടുത്ത ഫായിദ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അന്ന മൻ നാമ അനി സ്വലാത്തി ഫകഫാറതുഹ അൻ യുസല്ലിഹ ഇദാ ഇസ്തൈഖദ. ഒരാൾ രാത്രി നിസ്കാരത്തിൽ നിന്ന് മാറി ഉറങ്ങിപ്പോയെങ്കിൽ അവന്റെ കഫാറത്ത് ഉണർന്നാൽ ഉടനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. വലാകിൻ ഹൽ യുഅ്ദറുൽ ഇൻസാനു ബിന്നൗമി അലാ കുല്ലി ഹാൻ. എല്ലാ അവസ്ഥയിലും മനുഷ്യനെ ഉറങ്ങിപ്പോയാൽ ഇളവ് ലഭിക്കുമോ? പാപമില്ല, കുറ്റമില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു ല ഇൻ ഫറത ലം യുഅ്ദർ വ ഇൻ ലം യുഫരിദ് ഉദ്ർ. അവൻ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുത്തിയവനാണ് എങ്കിൽ അവന് ഉദർ ലഭിക്കുകയില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങളൊക്കെ വീഴ്ചകൾ വരുത്തുന്നതാണ്. അഥവാ രാത്രി മുഴുവനും ഇങ്ങനെ കറങ്ങി നടന്ന് പിന്നീട് സുബഹിക്ക് തൊട്ട് മുമ്പായിട്ട് 2 മണിക്കോ 3 മണിക്കോ ഒക്കെ കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു കാര്യം ചില സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ലേറ്റായി ഉറങ്ങും. പക്ഷെ നമ്മൾ എഴുന്നേൽക്കാനുള്ള ഒന്നുകിൽ ഒരാളെ വിളിക്കാൻ ഏർപ്പാടാക്കുക, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള, അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പറയുന്നത്, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അലാറം പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആത്മാർത്ഥമായി എഴുന്നേൽക്കാൻ ഒരാൾ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് അവൻ ഉറങ്ങിപ്പോയാൽ അവന് ഉദറുണ്ട്. അല്ല എങ്കിൽ ഒരാൾ അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല, രാത്രി ഇങ്ങനെ മുഴുവൻ കറങ്ങിയിട്ട് എപ്പോഴെങ്കിലൊക്കെ വന്ന് കിടന്നുറങ്ങി, എന്നിട്ട് അവൻ ഉറങ്ങിപ്പോയി സുബഹി കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് എങ്കിൽ അവൻ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കാനുള്ള മാർഗങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെക്കണം. അങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കാത്ത വല്ല കാര്യവും ഉണ്ട് എന്ന് കണ്ടാൽ, വൈകിയാണ് കിടക്കുന്നത് എന്ന് കണ്ടാൽ അതിനുള്ള മാർഗങ്ങൾ അത് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അതല്ലാതെ നമ്മൾ മനഃപൂർവ്വം അതിനെ ഉപേക്ഷിക്കാനാണ് എങ്കിൽ നമ്മൾ മനഃപൂർവ്വം പാഴാക്കിയ ഒരാളുടെ കൂട്ടത്തിലായിരിക്കും ഉൾപ്പെടുക എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ചിലപ്പോൾ ചില ഉദറുകൾ ലഭിക്കും, അഥവാ അവരെ ഉണർത്തിയാൽ ഉണരില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. അദ്ദേഹം പറയുകയാണ് വമിനൻ നാസി മൻ ലാ യസ്തൈഖിദു അബദൻ ഇദാ ഊഖിൽ. അവൻ ഉണർത്തിയാൽ അവൻ ഒരിക്കലും ഉണരാൻ സാധിക്കുകയില്ല. ലൗ ളറബ്ത ഇൻദ ഉദ്നിഹി സാറൂഖൻ ഫഇന്നഹു ലാ യസ്തൈഖിദ് ഫഹാദ മഅ്ദൂർ. അവന്റെ ചെവിന്റെ അടുക്കൽ വെച്ചിട്ടൊരു റോക്കറ്റ് വിട്ടാലും അവൻ ചിലപ്പോൾ എഴുന്നേൽക്കാത്ത ചിലരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഉദർ ലഭിച്ചേക്കാം. ചില ആളുകൾക്ക്, അങ്ങനെ ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവും. അവർക്ക് പെട്ടെന്ന് ആര് വിളിച്ചാലും എഴുന്നേൽക്കാനൊന്നും പറ്റാത്ത ആളുകൾ. അഥവാ അവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടാവും. അവരൊരിക്കലും എങ്ങനെ കിടക്കുന്നതല്ല, രാത്രി ഉറങ്ങുമ്പോൾ തന്നെ സുബഹിക്ക് എഴുന്നേൽക്കണ്ടെന്ന് വിചാരിച്ച് കിടക്കുന്ന ആൾക്കാരൊന്നുമല്ല. വളരെ ആഗ്രഹത്തോടു കൂടിയൊക്കെ കിടക്കുന്നവരായിരിക്കും. പക്ഷേ ഇങ്ങനെ ചില മഅ്ദൂറായ ഉദറുള്ള ചില ആളുകൾ ഉണ്ടാകും. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് എഴുന്നേൽക്കാനും സാധിക്കും. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ, നമ്മൾ പറയാറുണ്ട് ബോംബ് പൊട്ടിയാലും എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അതിനൊരു ഉദാഹരണമായിട്ട് സഹാബത്തിന്റെ ഇടയിൽ ചില ആളുകൾക്ക് സംഭവിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഉദർ കിട്ടിയേക്കും. എന്നാൽ മനഃപൂർവ്വം ഇങ്ങനെയുള്ള എഴുന്നേൽക്കാനുള്ള മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ ഒരാൾ അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് ഉറങ്ങിപ്പോയാൽ അവർക്കൊക്കെ അളവ് കിട്ടും. അഥവാ ഫൽ യുസല്ലിഹ ഇദാ ദക്റഹ എന്നുള്ളത് എപ്പോഴും ബാധകമാണ് എന്ന് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നേരത്തെ ഉറങ്ങുക, അതിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് ഉറങ്ങിപ്പോയാലാണ് ഈ ഹദീസ് അള്ളാഹുവിന്റെ വലിയ റഹ്മത്തായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. കാരണം അള്ളാഹു താലക്ക് വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉറങ്ങിയാലും ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ശിക്ഷിക്കും. ഈ അളവുകൾ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹു താലക്ക് നമ്മൾ എങ്ങനെ ഉറങ്ങിപ്പോയാലും ശരി, അവൻ നിസ്കാരം സമയത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കണമെന്ന് അള്ളാഹു താലക്ക് വേണമെങ്കിൽ അങ്ങനെ നിയമമാക്കാം. അള്ളാഹുവിനെ തടയാൻ ആരുമില്ല. ഇങ്ങനെ നിയമമാക്കാൻ പറ്റുള്ളൂ എന്നുള്ള അള്ളാഹുവിനോട് പറയാൻ
ഒരാൾക്കും അവകാശമില്ല. മറിച്ച് അള്ളാഹു താല നമുക്ക് നൽകിയ വലിയ റഹ്മത്താണ്, ദീനിലുള്ള വലിയ എളുപ്പമാണത്. അതല്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിപ്പോയിന്. അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന കാര്യം. ഇനി ഹദീസിലുള്ള വരുന്ന മറ്റൊരു മസ്അലയാണ്, ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റാൽ, ഒരു വക്തിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ നമ്മൾ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് 2 നിസ്കാരങ്ങൾ ഉണ്ടാകും. 2 നിസ്കാരങ്ങൾ, അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന് ശേഷമായിരിക്കും നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ മറന്നു പോകുന്ന കാര്യം ആദ്യം എടുക്കാം. ഒരാൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. ഫജർ ലുഹർ ഒരാൾ മറന്നുപോയി, പിന്നീട് അസറിന് ശേഷമാണ് അവൻ ഓർമ്മ വരുന്നത് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ അവന് തുസ്ഖത്തു തർത്തീബ്, അവനെ തർത്തീബ് ഒഴിവാക്കപ്പെടും. സാധാരണ നിസ്കാരത്തിന്റെ അസിലെല്ലാം തർത്തീബോടെ നിസ്കരിക്കാൻ പറ്റും. ഒരാള് ഒരു 2 നിസ്കാരം മറന്നാൽ ആദ്യത്തെ നിസ്കാരം നിർവഹിക്കണം, എന്നിട്ടേ രണ്ടാമത്തെ നിസ്കാരം പറ്റുള്ളൂ. ജമാക്കുന്ന സമയത്ത് ലുഹറും അസറും ജമാക്കണമെങ്കിൽ അസറിന്റെ വക്തായാലും ആദ്യം നമ്മൾ ലുഹർ നിസ്കരിക്കുക, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസർ നിസ്കരിക്കേണ്ടത്. അപ്പൊ അതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇതേപോലെ. അഥവാ രണ്ടാമത്തെ നിസ്കാരം നമ്മൾ നിർവഹിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, എന്നതിന് ശേഷമാണ് നമ്മൾ ഓർമ്മ വരുന്നത് എങ്കിൽ, അഥവാ അസർ ജമാഅത്തൊക്കെ കഴിഞ്ഞു, അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് ലുഹർ നിസ്കരിച്ചിട്ടില്ല എന്ന് ഓർമ്മ വരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ലുഹറും അസറും നിസ്കരിക്കേണ്ടതില്ല, മറിച്ച് ആ സമയത്ത് ലുഹർ മാത്രം നിസ്കരിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു സന്ദർഭം, അങ്ങനെ തർത്തീബ് തെറ്റിച്ച് നിസ്കരിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, രണ്ടാമത്തതിന്റെ വക്ത് കൂടി തീരാനായിട്ടുണ്ട്. അപ്പൊ 2 നിസ്കാരം അവിടെ നിസ്കരിക്കണം. ആ സമയത്ത് നമ്മൾ ഒന്നാമത്തെ നിർവഹിച്ചാൽ രണ്ടാമത്തതിന്റെ വക്തും കൂടി പോകും. അപ്പൊ രണ്ടും ഫലത്തിൽ വക്തില്ലാതായി പോകും. ഏതുപോലെ ഇപ്പൊ ലുഹർ ഒരാൾ അസർ കഴിഞ്ഞാൽ അതിന്റെ വക്ത് പോയി, പിന്നീട് അയാൾക്ക് ഓർമ്മ വരുന്നത് മഗ്രിബിന് ഒരു 5 മിനിറ്റും ഉള്ളപ്പോഴാണ്. അയാളാണെങ്കിൽ അസറും നിസ്കരിച്ചിട്ടില്ല, ലുഹറും നിസ്കരിച്ചിട്ടില്ല. അയാൾ ലുഹർ ആരംഭിച്ചാൽ അയാൾക്ക് ലുഹറും വക്തുന്ന് തെറ്റും, അസറും വക്തുന്ന് തെറ്റും. കാരണം സൂര്യൻ അസ്തമിക്കും, അസറും പിന്നെ അസ്തമിച്ചതിന് ശേഷം ഖളാ നിസ്കരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഇത് അല്ലാഖത്തിൽ വക്ത് ഇടുങ്ങിയാൽ അയാൾ എന്ത് ചെയ്യണം, ഉടനെ വേഗം അസർ നിസ്കരിച്ചേക്കാം. കാരണം അസർ വക്തിൽ നിസ്കരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ സാധിക്കും. എന്നിട്ട് മഗ്രിബ് ബാങ്ക് കൊടുത്താൽ അവൻ ആ നേരത്തെ ലുഹർ നിസ്കരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്തും അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ആ നിലക്ക് നിസ്കരിക്കാം. പിന്നെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ രണ്ടാമത്തെ ജമാഅത്ത്, അഥവാ ലുഹർ മറന്നൊരു വ്യക്തി അസറിന്റെ ജമാഅത്ത് കാണുകയാണ് എങ്കിൽ ആദ്യം അസറിൽ കൂടാം, എന്നിട്ട് അസർ നിസ്കരിച്ചിട്ട് പിന്നെ ലുഹർ നിസ്കരിക്കാം എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ട്. ചിലർ തർത്തീബ് ഏതവസ്ഥയിലും നിർബന്ധമാണ്, ഈ പറഞ്ഞ 2 അവസ്ഥയിൽ മാത്രമേ അതിലളവുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് ഈ നമ്മൾ എടുത്ത ഒന്നാമത്തെ ഹദീസിലുള്ളത്. രണ്ടാമത്തെ ഹദീസ്, അൻ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അന്ന മുആദ ബിൻ ജബൽ കാന യുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ അൽ ആഖിറ ثم يرجع الى قومه فيصلي بهم تلك الصلاه. ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറയുകയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കാന യുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ അൽ ആഖിറ, അവസാനത്തെ ഇശാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇശായാണ്. കാരണം മഗ്രിബിനും ഇശായും ഇശാഇൻ എന്ന് പറയാറുണ്ട്, 2 ഇശാകൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അവസാനത്തെ ഇശാ എന്ന് പറഞ്ഞാൽ ഇശായാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുആദ് ബിൻ ജബൽ ഇശാ നിസ്കരിക്കുമായിരുന്നു. മസ്ജിദുൻ നബവിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കും. തുമ്മ യർജിഉ ഇലാ ഖൗമിഹി, അദ്ദേഹം ബനൂ നജ്ജാർകാരനാണ്. പിന്നീട് അദ്ദേഹം തന്റെ ഗോത്രത്തിലേക്ക് ബനൂ നജ്ജാറിലേക്ക് അദ്ദേഹം പോകും. ഫയുസല്ലി ബിഹിം തിൽക്കസ്സല, എന്നിട്ട് ആ ഇശാ നിസ്കാരം അവരോടൊപ്പമായി അദ്ദേഹം വീണ്ടും നിസ്കരിക്കും എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദ്യം ജമാഅത്തായി നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമാണ്, അദ്ദേഹം മഅ്മൂമാണ്. അദ്ദേഹം ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കും. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് അവിടെ അദ്ദേഹം ഇമാമാണ്. അവിടെ അദ്ദേഹം ഇമാമായിട്ട് ഇശാ നിസ്കരിക്കും. അദ്ദേഹത്തിന്റെ ഖൗം, ആ ഗോത്രത്തിലുള്ള ആളുകളെല്ലാം ഇശാ നിസ്കാരം അവരെന്ത് ചെയ്യും, ഇദ്ദേഹത്തിനോടൊപ്പം നിസ്കരിക്കും എന്നുള്ള കാര്യമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ വേറെ ചില ഹദീസിലൊക്കെ നമ്മൾ മുമ്പ് അഥവാ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇശാ നിസ്കാരത്തിലൊക്കെ വളരെ ദീർഘിപ്പിച്ച് ഓതിയപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം നിസ്കാരത്തിൽ നിന്നും പിന്തുനിന്നു. അദ്ദേഹം വേഗം ഒറ്റയ്ക്ക് നിസ്കരിച്ചു സലാം വിട്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിഷയമെത്തി. കാരണം അവിടെ ചില ആളുകൾ ഇദ്ദേഹത്തെ മുനാഫിഖ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിവരമെത്തി, ഇദ്ദേഹം ഇമാമിന്റെ കൂടെ പൂർണ്ണമായി നിസ്കരിക്കുന്നില്ല. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇത്ര ദീർഘിപ്പിച്ച് നിസ്കരിച്ചാൽ എനിക്കതിന് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫത്താനുൻ അൻത യാ മുആദ്, മുആദ് നീ കുഴപ്പമുണ്ടാക്കുകയാണോ? ആളുകൾ പിന്നീട് വരാതാവുകയില്ല, ഇങ്ങനെ ദീർഘിപ്പിച്ചാൽ
എന്ന് പറഞ്ഞിട്ട് നിനക്ക് സബ്ബീസ്മ റബ്ബിക അലയും വല്ലൈലി ഇദാ യഗ്ഷയും വശംസി വദുഹക ഓതിയാ പോരെ ഇശാക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് വളരെ ദീർഘിപ്പിച്ച് അദ്ദേഹം ബഖറ പോലെയുള്ള സൂറത്ത് ഓതിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ മാറൂഫാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ഖൗമിന്റെ അടുക്കൽ പോയി വീണ്ടും ഇശാ നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ, ഒന്നാമത്തെ ഫായിദ, നിസ്കാരം അതിന്റെ അസ്ൽ എന്ന് പറയുന്നത് നിസ്കാരം ആവർത്തിച്ച് നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ്. പ്രത്യേകമായ ചില മസ്ലഹത്തുകൾ ഉള്ളപ്പോൾ മാത്രമേ ഒരു നിസ്കാരം ആവർത്തിച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അസ്ൽ നിസ്കാരം ആവർത്തിച്ച് നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ്. ഇമാം അബൂ ദാവൂദൊക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലാ തുസല്ലു സ്വലാത്തൻ ഫീ യൗമിൻ മറത്തൈൻ, ഒരു ദിവസം ഒരു നിസ്കാരം നിങ്ങൾ 2 പ്രാവശ്യം നിസ്കരിക്കാൻ പാടില്ല. ഒരാൾ ളുഹർ നിസ്കരിച്ചാൽ പിന്നെയും ളുഹർ നിസ്കരിക്കുക, അത് പാടില്ല. പണ്ഡിതന്മാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംശയമുണ്ട ചില ആളുകളൊക്കെ ഉണ്ടാവും, എത്ര നിസ്കരിച്ചാലും ഞാൻ ശരിയായിട്ടില്ല, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിച്ചാൽ പിന്നെയും ശരിയായിട്ടില്ല എന്ന് വെറുതെ തോന്നുക. അവരെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അങ്ങനെ വീണ്ടും വീണ്ടും നിസ്കരിക്കുക എന്നുള്ളത് പാടില്ല. അങ്ങനെ മനഃപൂർവ്വം നിസ്കരിക്കുകയാണ് എങ്കിൽ അത് കുറ്റക്കാരായി തീരും. മനഃപൂർവ്വം വീണ്ടും വീണ്ടും നിസ്കരിക്കുക അത് പാടില്ല. അത് ഒരേ നിയത്തിൽ, ഫർള് എന്നുള്ള നിയത്തിൽ വീണ്ടും വീണ്ടും നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചില മസ്ലഹത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് അനുവദിക്കപ്പെടും എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഒന്ന് ഈ ഹദീസിൽ വന്ന കാര്യം. എന്താണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും അദ്ദേഹം നിസ്കരിക്കുന്നതിന് ഒരുപാട് ഫായിദയുണ്ട്. അദ്ദേഹത്തിന്റെ നിസ്കാരത്തെക്കുറിച്ച് മറ്റ് ഇൽമുകളൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയാൽ അദ്ദേഹത്തിന് ആളുകൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹം അവിടുത്തെ ഇമാമാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ വലിയ പണ്ഡിതനായിട്ടുള്ള അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബിയാണ്. അപ്പൊ അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ അവർക്ക് ഇമാമായി നിൽക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ഇമാമ് നിൽക്കാൻ യോഗ്യൻ. അതുകൊണ്ട് അദ്ദേഹം 2 നിസ്കാരം അങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവർക്കത് അനുവദിക്കപ്പെടും. അവർക്ക് ഇത് 2ഉം ആവശ്യമുണ്ട് എങ്കിൽ, ഇവിടെയും ആവശ്യമുണ്ട്, അവിടെ അവർക്കും ഇദ്ദേഹത്തെയും ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭം വരുന്ന സമയത്ത് ഒരാൾക്ക് 2 നിസ്കാരം നിർവഹിക്കാം. ഇതൊരു മസ്ലഹത്താണ്, ഹദീസിൽ വന്നിട്ടുള്ളതായ ഒരു മസ്ലഹത്ത്. രണ്ടാമത്തെ മസ്ലഹത്ത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജമാഅത്ത് കഴിയുന്ന സമയത്ത് എല്ലാവരും നിസ്കരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ ആ വ്യക്തി കയറി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു മൻ യതസദ്ദഖു അലാ ഹാദ, ആരാണ് ഇദ്ദേഹത്തിനൊരു സദഖ കൊടുക്കുക? അഥവാ അദ്ദേഹം ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ ഒറ്റയ്ക്ക് നിസ്കരിച്ച കൂലിയെ കിട്ടുള്ളൂ, കാരണം അദ്ദേഹം വരുമ്പോൾ നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഒരാൾ കൂടെ നിന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂലി കിട്ടും. പ്രത്യേകിച്ചും വല്ല ഉദുറും ഉള്ള വ്യക്തിയാണെങ്കിൽ, ചിലപ്പോൾ ഒരാൾ ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ കുടുങ്ങി, അയാൾ ജമാഅത്തിന് വരാൻ കൃത്യമായി നിന്നതാണ്, ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമൊക്കെ ആയിട്ട് ഒരാൾ എത്തുമ്പോഴേക്കൂടെ സലാം വീട്ടി, അയാൾ നോക്കുമ്പോൾ ഒരാളെ ഉള്ളൂ, ഒറ്റൊരു വ്യക്തിയായി വരുന്ന സമയത്ത് ഇവിടെ ഒരാൾക്ക് എന്ത് ചെയ്യാം? അയാളോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കാം, അയാൾക്ക് വേണ്ടി ഇമാമായിട്ട് നിസ്കരിക്കാം. അങ്ങനെ ഒരു ജമാഅത്ത് അവിടെ നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ആളോടൊപ്പം നിസ്കരിച്ചു എന്നാണ് ഇത് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വല്ല മസ്ലഹത്തും ഉണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെടും, കാരണം അത് ശറഇൽ പ്രത്യേകം വന്നിട്ടുള്ളതാണ്. എന്നാൽ വന്നത് 2 ആളാണെങ്കിൽ ഈ ഒരാൾ അതിൽ കൂടേണ്ടതില്ല, കാരണം അവർ ജമാഅത്താകണമെങ്കിൽ ചുരുങ്ങിയത് 2 ആൾ മാത്രം മതി. ജമാഅത്താകണം ചുരുങ്ങിയത് 2 ആൾ മാത്രം മതി. ഒരാളാണ് എങ്കിൽ നമുക്ക് ആ സുന്നത്ത് പിൻപറ്റാവുന്നതാണ്. അയാൾക്ക് വേണമെങ്കിൽ നമുക്ക് ജമാഅത്തായി അയാൾക്ക് നിസ്കരിച്ചു കൊടുക്കാം. അപ്പൊ ഈ ആദ്യത്തെ നിസ്കാരം അത് ഫർളും, രണ്ടാമത്തെ നിസ്കാരം അത് സുന്നത്തുമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇനി വേറെയും ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റൊക്കെ നിസ്കരിച്ച് കഴിയുമ്പോൾ 2 ആളുകൾ മസ്ജിദിൽ നിന്നും ജമാഅത്തിൽ പങ്കെടുക്കാതെ ഇങ്ങനെ മാറിയിരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ മനഅകുമാ അൻ തുസല്ലിയ മഅനാ, നമ്മളോടൊപ്പം നിസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം ഉണ്ടായിരുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ യാത്രക്കാരായിരുന്നു, ഞങ്ങൾ യാത്രയിൽ നിന്ന് ഫജ്ർ നിസ്കരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ മസ്ജിദ് നബവിയിൽ എത്തിയത്, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ കൂടിയിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫലാ തഫഅല, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇദാ സല്ലൈതുമ ഫീ റിഹാലികുമ, നിങ്ങൾ യാത്രയിൽ നിസ്കരിച്ചു എന്ന് തന്നെ കരുതുക. സുമ്മ അതൈതുമ മസ്ജിദ ജമാഅ, ജമാഅത്ത് നടക്കുന്ന ഒരു മസ്ജിദിലേക്ക് നിങ്ങൾ കയറി വരികയും ചെയ്താൽ ഫസല്ലിയ മഅഹും, അവരോടൊപ്പം നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്നഹുമാ ലക്കും നാഫില, അത് നിങ്ങൾക്ക് നാഫിലത്തായി മാറും. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു മസ്ജിദിൽ നിന്ന് നിസ്കരിച്ചു എന്ന് വിചാരിക്കാം, എന്നിട്ട് ഇവിടെ ഒരു ഇശാക്ക് എത്താൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ലുഹറിന് എത്താൻ ഉദ്ദേശിച്ചു. ഇവിടെ ലുഹറിന് 1 മണിക്കാണെന്ന് വിചാരിക്കുക. നമ്മളൊരു മസ്ജിദിൽ നിന്ന് 12:30 ബാങ്ക് കൊടുത്ത് 12:40 നിസ്കരിച്ചു. നമ്മളിവിടെ ഒരു ആവശ്യത്തിന് എത്തുമ്പോൾ ഇവിടെ ജമാഅത്ത് നടക്കുകയാണ് എങ്കിൽ നമ്മൾ അവിടെ മാറിയിരിക്കാൻ പാടില്ല, മറിച്ച് നമ്മൾ ഈ ജമാഅത്തിൽ വീണ്ടും
കൂടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ നിസ്കാരം അത് നമുക്ക് സുന്നത്തായി തീരും. ഈ രണ്ടാമത് നിസ്കരിച്ചത് നമുക്ക് സുന്നത്തായി തീരും. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതല്ലാതെ മാറിയിരിക്കാൻ പാടില്ല. അതിന് മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ഭിന്നിച്ച് ലാഹിറായി പോലും നിൽക്കുന്നതിനെതിരെയാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കുറച്ച് ആളുകൾ ഇങ്ങനെ ജമാഅത്ത് കൂടുക, കുറച്ച് ആളുകൾ വേറെ മാറിയിരിക്കുക എന്ന ബാഹ്യമായിട്ടുള്ളൊരു ഭിന്നിപ്പ് പോലും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതിന് ഈ ഹദീസ് തെളിവ് പണ്ഡിതന്മാർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തു പറഞ്ഞാലും ചുരുക്കത്തിൽ മസ്ലഹത്തുണ്ട് എങ്കിൽ, കാര്യമായ ഈ രൂപത്തിൽ ഹദീസുകളിൽ വന്ന പോലെയുള്ള മസ്ലഹത്തുണ്ട് എങ്കിൽ ഒരാൾക്ക് 2 തവണ ജമാഅത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ 2 തവണ ഒരു നിസ്കാരം തന്നെ നിസ്കരിക്കാം. അതല്ല എങ്കിൽ അനാവശ്യമായി നമുക്ക് ഒരു നിസ്കാരം ആവർത്തിച്ച് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇതിൽ സഹാബത്തിന്റെ ഹിർസും കാണാം. ദീന് പഠിക്കുന്നതിൽ സഹാബത്ത് എത്രമാത്രം താല്പര്യം കാണിച്ചു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് വന്ന് അവിടുന്ന് കൃത്യമായി പഠിച്ച് നിസ്കാരവും മറ്റുമൊക്കെ പഠിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അതിൽ വലിയ ഫായിദയുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇൽമുള്ള ആളുകൾ ഒരു സ്ഥലത്തുണ്ട് എങ്കിൽ അവിടെ വരികയും അവരിൽ നിന്നും ആ കാര്യങ്ങൾ പഠിക്കുകയും നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് വലിയ ഫായിദയുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതായി കാണാം. മൂന്നാമത്തെ ഫായിദ, അല്ലെങ്കിൽ 2 കൂടി ഒരുമിച്ചാണ് ഞാൻ വായിച്ചത്. മൂന്നാമത്തെ, ജവാസ് ഇന്തിലാറിൽ ഇമാം ഹത്താ യഅതിയ വയുസല്ലി. ഇമാം വരുന്നത് വരെ അദ്ദേഹത്തെ കാത്തു നിൽക്കുക എന്നുള്ളതിന് ഈ ഹദീസിൽ ഫായിദയുണ്ട്. എവിടെയാണ് കിട്ടിയത് ഫായിദ? കാരണം മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ ഇമാമായി നിശ്ചയിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹം വരുന്നത് വരെ ആ ഖൗമിലുള്ള ആളുകൾ അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നു എന്നാണ്. ഒരു മസ്ജിദിൽ ഒരു ഇമാമുർ റാത്തിബ്, പതിവായി നിസ്കരിക്കുന്ന അഥവാ അതിന് നിയമിച്ചിട്ടുള്ള ഒരു ഇമാം ഉണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് എപ്പോഴും നിൽക്കേണ്ടത്. അയാൾ 1-2 മിനിറ്റ് വൈകിയാലും അദ്ദേഹത്തെ ബാക്കിയുള്ളവർ കാത്തു നിൽക്കണം. വേറൊരാൾ കയറി ഇമാം നിൽക്കാൻ പാടില്ല. എന്നാൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കുക, പ്രത്യേകമായി ഒരാൾ ഇമാം നിശ്ചയിച്ചിട്ടില്ല, ഓരോരുത്തരും മാറി നിൽക്കലാണ് എങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് നിൽക്കാവുന്നതാണ്. എന്നാൽ അതല്ല, ഒരു ഇമാം ഉണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ എത്ര വലിയ പണ്ഡിതൻ വന്നാൽ പോലും, എത്ര വലിയ കാര്യം വന്നാൽ പോലും, ഖുർആനിലൊക്കെ അഗാധമായ കഴിവുള്ള ഒരാൾ വന്നാൽ പോലും മസ്ജിദുർ റാത്തിബ്, ഇമാമുർ റാത്തിബ് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിനാണ് അതിന്റെ അധികാരം. അദ്ദേഹത്തിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് കയറി അവിടെ ഇമാമത്ത് നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അങ്ങനെ വൈകുമെന്നൊക്കെ കാണുന്ന സമയത്ത് ഇമാമ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹം എന്ത് പറയുക? ഞാൻ ഇങ്ങനെ വൈകും, ഞാൻ 5 മിനിറ്റ് വൈകും, നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് ആദ്യമേ പറയുക. അതല്ലെങ്കിൽ അദ്ദേഹം മൊത്തത്തിൽ പറയും, ഞാൻ എപ്പോഴെങ്കിലും 2 മിനിറ്റിലപ്പുറത്തേക്ക് വൈകിയത് കണ്ടാൽ നിങ്ങൾ നിസ്കാരം ആരംഭിച്ചോളൂ, എന്നെ കാത്തു നിൽക്കേണ്ടതില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാം. കാരണം അതല്ലെങ്കിൽ പൊതുവെ സാധാരണക്കാരായ ആളുകൾ സമയമാകുമ്പോൾ തന്നെ ഇമാം എവിടെ എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു തശ്വീഷ് ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സമയങ്ങളിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇമാമിനും നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അടുത്ത ഫായിദ, ജവാസു ഇഅ്തിമാമിൽ മുഫ്തരിദി ബിൽ മുതനഫിൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതും പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളതുമായ ഒരു വിഷയമാണ്. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ വെച്ച് മറ്റൊരാൾക്ക് ഫർള് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം. ഒരാൾ സുന്നത്താണ് നിസ്കരിക്കുന്നത്, അപ്പൊ അയാളുടെ പുറകിൽ ഫർള് നിസ്കരിക്കുന്ന ഒരാൾക്ക് അയാളെ ഇമാമായിട്ട് പരിഗണിച്ച് തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ അത് പറ്റുമെന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഹദീസിൽ ഉള്ളത്. കാരണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇശാ നിസ്കരിച്ചു കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ്. എന്നാൽ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഇശാ ഫർളായ ഇശയാണ് അവർ നിർവഹിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ 4 റക്അത്ത് സുന്നത്തായിട്ടാണ് നിർവഹിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് അനുവദനീയമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വന്നാൽ നമ്മളോടൊപ്പം തുടർന്നാൽ അത് അനുവദനീയമായി തീരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഖ്തിലാഫുൻ നിയ്യ ബൈനൽ ഇമാമി വൽ മഅ്മൂം, മഅ്മൂമിന്റെയും ഇമാമിന്റെയും ഇടയിലുള്ള നിയ്യത്തിലുള്ള വ്യത്യാസം അത് നിസ്കാരത്തെ പരിഗണിക്കുന്നില്ല, നിസ്കാരത്തെ ബാധിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് അത് അനുവദനീയമാണ്. അടുത്ത ഫായിദ ഇതിനോട് ഖിയാസ് ചെയ്തിട്ടാണ്, നഖൂലു ഖിയാസൻ ബിജവാസി അൻ യകൂനൽ ഇമാമു യുസല്ലി ഫരീദതൻ വൽ മഅ്മൂമു യുസല്ലി ഫരീദതൻ ഉഖ്റ. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ പുറകിൽ ഫർള് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വേറൊരു ഫർള് നിസ്കരിക്കുന്ന ഇമാമിന്റെ പിന്നിൽ വേറൊരു ഫർള് നിസ്കരിക്കാം. അത് ഒരേ ഫർള് തന്നെ ആകണം എന്നില്ല എന്നാണ്. അത് പല രൂപത്തിൽ വരാം. ഉദാഹരണത്തിന് ഒരു വ്യക്തി ലുഹർ നിസ്കരിക്കുന്നു, പുറകിലുള്ളവനും ലുഹറാണ്. പക്ഷെ പുറകിലുള്ളവൻ നിസ്കരിക്കുന്ന ലുഹർ അവൻ
ഖലാ ആയിട്ടുള്ള ളുഹറാണ് എന്ന് വിചാരിക്കുക. അഥവാ ഇന്നലെ എങ്ങാനും നഷ്ടപ്പെട്ടു പോയൊരു ളുഹർ ഇയാൾക്ക് ബാക്കിയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അയാൾക്ക് ളുഹർ ഇന്നലെ മറന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പം അയാൾ നിർവഹിക്കുന്നത് ഖലാ ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അദാ ആയിട്ടുള്ള അഥവാ വക്തിൽ നിസ്കരിക്കുന്ന ഇമാമിനോടൊപ്പം ആ ളുഹർ നിസ്കരിക്കാം. അത് ഒന്നാമത്തെ കാര്യം, അത് അനുവദനീയമാണ്. ഇനി അതല്ല, ഒരാൾ അസർ നിസ്കരിക്കുന്ന ഇമാമിന്റെ പുറകിൽ ഒരാൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ളുഹർ നിസ്കരിക്കാം. ഇപ്പൊ ഒരാള് ഒരു യാത്ര കഴിഞ്ഞ് എത്തി, അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അസർ ജമാഅത്ത് ആരംഭിക്കുന്നു. അയാൾ ളുഹർ നിസ്കരിച്ചിട്ടില്ല. അയാൾ ളുഹറിന്റെ നീയത്തിൽ അസർ നിസ്കരിക്കുന്ന ഇമാമിന്റെ പുറകിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ളുഹർ നിസ്കരിക്കാം. എന്നിട്ട് അയാൾ സലാം വീട്ടിയാൽ അസർ വേറെ മാറി നിന്നിട്ട് നിസ്കരിക്കാം. 2-3 ആളുണ്ടെങ്കിൽ ജമാഅത്തായിട്ട് അല്ലെങ്കിൽ ഒറ്റക്ക് അയാൾക്ക് എന്ത് ചെയ്യാം, അത് വേറെ അസർ നിസ്കരിക്കാം. അപ്പൊ അസർ നിസ്കരിക്കുന്ന ആളെ പുറകിൽ ഒരാൾക്ക് ളുഹർ നിസ്കരിക്കാവുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവിടെ വരുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഒരാൾ യാത്രക്കാരനാണ്. അപ്പൊ യാത്രക്കാരനാകുന്ന സമയത്ത് ഒരാൾ ഒരു മസ്ജിദിലേക്ക് എത്തുന്ന സമയത്ത് അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കേണ്ടതുള്ളൂ, ഇശായും ളുഹറും അസറും ഒക്കെ. അയാൾ എത്തുന്ന സമയത്ത് അയാൾക്ക് ളുഹർ നിസ്കരിക്കണം, അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കേണ്ടതുള്ളൂ. ഇമാം ആണെങ്കിൽ 4 റക്അത്താണ് നിസ്കരിക്കുക. അയാൾ ഇമാമിനോടൊപ്പം പൂർത്തിയാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. ഞാൻ യാത്രക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ റക്അത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, സലാം വീട്ടാൻ പാടില്ല. ഇനി അയാൾക്ക് 1 റക്അത്താണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ പോലും അയാൾ ബാക്കി നിസ്കരിക്കേണ്ടത് 3 റക്അത്താണ്. 1 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടാൻ പാടില്ല. പലർക്കും വരുന്ന അബദ്ധം അതാണ്. ഒരു അബദ്ധം അങ്ങനെ പറ്റാറുണ്ട്, അത് പാടില്ല. മറിച്ച് 1 റക്അത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ പോലും നമ്മൾ യാത്രക്കാരാണ് എങ്കിലും നമ്മൾ 3 റക്അത്താണ് ബാക്കി നിസ്കരിക്കേണ്ടത്. ഇനി തശഹുദാണ് കിട്ടിയിട്ടുള്ളത് എങ്കിലും അത് 1 റക്അത്തും കിട്ടിയിട്ടില്ല, ലാസ്റ്റത്തെ റക്അത്തിലെ റുക്കുവും കൂടി പോയതിനു ശേഷം തശഹുദിലോ സുജൂദിലോ ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ പോലും എഴുന്നേറ്റ് 4 റക്അത്ത് നമ്മൾ അവിടെ നിസ്കരിക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇഷ്കാലില്ലാത്ത വിഷയമാണ്. ഇഷ്കാലുള്ള വിഷയം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ബാഹ്യമായ രൂപം മാറ്റമാണ്. അങ്ങനെയുള്ള ഒരു ഇമാമിനെ വേറൊരാൾ നിസ്കരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇശാ നിസ്കരിക്കുന്ന ഒരു ഇമാമിന്റെ പുറകിൽ ഒരാൾ മഗ്രിബ് നിസ്കരിക്കാൻ വരിക എന്നുള്ളത്. കാരണം 2 രൂപമാണ്. ഒന്ന് 4 റക്അത്താണ്, ഒന്ന് 3 റക്അത്താണ്. ഒന്നിൽ 3ാമത്തെ റക്അത്തിൽ തശഹുദ് ഇല്ല, മറ്റേതിൽ തശഹുദുണ്ട്. അങ്ങനെ സലാം വീട്ടി നിസ്കാരം കഴിയും. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, രണ്ടും ഒരേപോലെയുള്ളത് വേണമെങ്കിൽ നിസ്കരിക്കാം. ളുഹറിന്റെ പുറകിൽ അസർ അല്ലെങ്കിൽ ഇശാന്റെ പുറകിൽ അസർ, ഇങ്ങനെ ഒരേപോലെ 4 റക്അത്താണ് എങ്കിൽ അനുവദിക്കപ്പെടും. ഇങ്ങനെ വ്യത്യാസപ്പെടുന്നത് പറ്റില്ല എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അങ്ങനെ ധാരാളം ആധുനികരായ പണ്ഡിതരും ചില മുൻഗാമികളൊക്കെ പറഞ്ഞത് അത് അനുവദിക്കപ്പെടും എന്നാണ്. അത് അനുവദിക്കപ്പെടും, പക്ഷെ അതിന് ചില രൂപങ്ങളുണ്ട്, അത് പഠിച്ചിരിക്കണം. എങ്ങനെയാണ്? ഒരാൾ അതിൽ തന്നെ ഒരു എളുപ്പമുള്ളൊരു രീതിയുണ്ട്. എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എളുപ്പമാണ്, വേറെ ഇഷ്കാലൊന്നുമില്ല. ഒരാൾ ഒരു മഗ്രിബ് നിസ്കരിക്കാത്തൊരു വ്യക്തി ഇശാ നിസ്കരിക്കുന്ന ഒരാളുടെ പുറകിൽ എത്തിയപ്പോൾ അയാൾക്ക് 2ാമത്തെ റക്അത്തിലാണ് ഇമാമിനെ കിട്ടിയത് എന്ന് വിചാരിക്കുക. 1ാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊതുവെ യാത്രക്കാർക്കൊക്കെയാണ് ഇങ്ങനെ ആവശ്യം വരിക. ജമ്മു ചെയ്യുന്ന സമയത്ത് മഗ്രിബും ഇശാന്റെ കൂടെ നിസ്കരിക്കാമെന്ന് വിചാരിച്ച് മസ്ജിദിലേക്ക് എത്തുമ്പോൾ അവിടെ ഇശാ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ടാകും. അങ്ങനെ അയാൾ വുളുവൊക്കെ എടുത്ത് കഴിയുന്ന സമയത്തേക്ക് 1 റക്അത്ത് കഴിഞ്ഞുവെങ്കിൽ പിന്നീട് ഇമാമിനോടൊപ്പം അയാൾക്ക് 3 റക്അത്ത് തന്നെ കിട്ടും. അയാൾക്ക് ഇമാമിനോടൊപ്പം സലാം വീട്ടാം. കാരണം അയാളുടെ നിസ്കാരം മഗ്രിബാണ്, 3 റക്അത്ത് അയാൾക്ക് കിട്ടും. ഇനി അതിൽ കുറവാണെങ്കിൽ അങ്ങനെ 2 റക്അത്ത് കിട്ടിയിട്ടുള്ളെങ്കിൽ അയാൾ എഴുന്നേറ്റ് 1 റക്അത്ത് നിസ്കരിച്ചാൽ മതി. കാരണം അയാളുടെ ഇത് മഗ്രിബാണ്. 1 റക്അത്ത് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ 2 റക്അത്ത് എഴുന്നേറ്റ് അയാൾ നിസ്കരിക്കുക, അയാളുടെ മഗ്രിബ് കഴിഞ്ഞു, പിന്നീട് ഇശാക്ക് നിസ്കരിക്കാം. ഇനി അതല്ല, ഒരാൾ തുടക്കത്തിൽ തന്നെ എത്തി എന്ന് വിചാരിക്കുക, തുടക്കത്തിൽ തന്നെ എത്തി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 3ാമത്തെ റക്അത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം മഗ്രിബ് നിസ്കാരം ഒരാൾ മനഃപൂർവ്വം 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് അയാൾ നിസ്കാരം ഉടനെ ബാത്തിലായി. 4 റക്അത്ത് നിസ്കരിച്ചത് മഗ്രിബാന്ന് നിയത്തൊക്കാനൊന്നും പറ്റൂല. മറിച്ച് അത് 3 റക്അത്തേ പറ്റുകയുള്ളൂ. അയാളാണെങ്കിൽ തുടക്കത്തിലാണ് ഉള്ളത്. ഇതിനെ ഈ മസ്അല പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് 2 രൂപത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1ാമത്തെ രൂപം, അയാൾ 3ാമത്തെ റക്അത്തിൽ ഞാൻ ഇമാമിനോടൊപ്പം ഒഴിവാകും എന്നുള്ള നിയത്ത് നേരത്തെ തന്നെ വെക്കുക. ഇൻഫറാദിന്റെ നിയത്ത് എന്നാണ് പറയുക. 3ാമത്തെ റക്അത്തിൽ ഞാൻ ഇമാമുമായിട്ടുള്ള ബന്ധം ഒഴിവായി ഞാൻ വേറെ തന്നെ തശഹുദിലിരുന്ന് സലാം വീട്ടും എന്നുള്ളതാണ്. കാരണം ഇത് ശറയിൽ ചില സന്ദർഭത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഹെസ്സിയായ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില പ്രയാസങ്ങൾക്ക് തന്നെ ഒരാൾ 4ാമത്തെ റക്അത്തിൽ തശഹുദിൽ എത്തുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അവസാന സമയമായപ്പോൾ അയാൾക്ക് ശക്തമായ വയറുവേദന, അയാൾക്ക് ടോയ്ലറ്റിൽ പോകണം, അതല്ലെങ്കിൽ അയാൾക്ക് ശക്തമായ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അയാൾ മുഴുവൻ നിസ്കാരം ബാത്തിലാക്കേണ്ടതില്ല. അയാൾ ഉടനെ തന്നെ
ബാക്കി ഒറ്റയ്ക്ക് നിസ്കരിക്കാം. കാരണം ഇമാമിനോടൊപ്പം ഇമാം പതുക്കെയാണ് പോവുക. അയാൾക്ക് വേഗം സുജൂദിലൊക്കെ ഒരു സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി ഇടയിൽ ഇരുത്തത്തിൽ വേഗം പറഞ്ഞ് തശഹുദ് സലാത്ത് ചൊല്ലിയൊക്കെ അയാൾക്ക് വേഗം സലാം വീട്ടി പോകണമെങ്കിൽ അത് അനുവദിക്കുന്നുണ്ട്. പണ്ഡിതന്മാരത് അനുവദിച്ചിട്ടുണ്ട്. എല്ലാ മദ്ഹബുകളിലും അത് അനുവദിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതേപോലെയുള്ള ശർഈയായ കാരണത്തിനും അങ്ങനെ ഇൻഫ്രാദിന് നിയ്യത്ത് വെക്കാം എന്നാണ് പറയുന്നത്. യുദ്ധത്തിന്റെ നിസ്കാരത്തിലൊക്കെ അങ്ങനെ നിസ്കാരമുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ അതിനോട് ഖിയാസാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ മൂന്നാമത്തെ റക്അത്തിൽ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് തശഹുദ് ചൊല്ലും, സലാത്ത് ചൊല്ലി അയാൾ വേഗം എന്ത് ചെയ്യും? സലാം വീട്ടും. എന്നിട്ട് അയാൾ ഉടനെ തന്നെ ഇശാഇന്റെ നിയ്യത്തിൽ ഈ ഇമാമിനെ തന്നെ തുടരും. ഇമാം റുക്കൂയിൽ എത്തിയിട്ടില്ല എങ്കിൽ, അത് റുക്കൂയിൽ നിന്ന് ഉയർന്നിട്ടില്ല എങ്കിൽ അയാൾക്ക് ഒരു റക്അത്ത് ഇശായിൽ കിട്ടും. ബാക്കി 3 റക്അത്ത് കൂടി നിസ്കരിച്ചാൽ മതി. ഇനി അതില്ല എങ്കിൽ അയാൾക്ക് ഇമാമിനോടൊപ്പം തശഹുദോ മറ്റോ അല്ലെങ്കിൽ എന്താ ഒരു റക്അത്തിൽ കുറവാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അയാൾ തുടർന്ന് 4 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് ഒന്നാമത്തെ രീതി. ഇതാണ് ഏറ്റവും അഫ്ളൽ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള രീതി എന്ന് പറയുന്നത്, അയാൾ സലാം വീട്ടാതെ മൂന്നാമത്തെ ഇമാം എഴുന്നേൽക്കുന്ന സമയത്ത് അവൾ അവിടെ തന്നെ ഇരിക്കുക. അയാൾ തശഹുദ് ചൊല്ലി അവിടെ തന്നെ ഇരിക്കുക. ഇമാം 4ാമത്തെ റക്അത്തിൽ പോയി ഫാത്തിഹ കോതി റുക്കൂയിൽ വന്ന് എത്തിദാലിലെത്തി സുജൂദിൽ എത്തി 2 സുജൂദ് കഴിഞ്ഞു. തശഹുദിലായാൽ അയാൾ ഇമാമിനോടൊപ്പമായി. എന്നിട്ട് ഇമാം സലാം വീട്ടുന്ന സമയത്ത് ഇയാൾ സലാം വീട്ടിയാൽ ഇയാളുടെ മഗ്രിബ് കഴിഞ്ഞു. ശേഷം ഇശ അയാൾ എഴുന്നേറ്റ് മാറി നിസ്കരിക്കുക. ഇശ വേറെ തന്നെ നിസ്കരിക്കുക. ഇപ്പം ഈ രണ്ടാലൊരു രീതിയാണ് ചെയ്യേണ്ടത്. അതിലാദ്യം പറഞ്ഞത് ഇൻഫിറാദിന്റെ നിയ്യത്ത് വെച്ച് 3ാമത്തെ റക്അത്തിൽ പിരിയലാണ് ഏറ്റവും അഫ്ളൽ. കാരണം അയാൾക്ക് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇശ കൂടി ഇമാമിനോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യലാണ് അഫ്ളൽ എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പോലെയുള്ള പല പണ്ഡിതന്മാർ, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ് എന്നാണ്. ഇത് വളരെ അപൂർവമായിട്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് മസ്ജിദ് നബവിയിൽ എത്തിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാട് ഖസീം ബുറൈദ ആ ഭാഗത്താണ്. അപ്പോൾ മസ്ജിദ് നബവിയിലേക്ക് മദീനയിൽ എത്തിയപ്പോൾ ഒരിക്കൽ ഞാൻ എത്തുന്ന സമയത്ത് മഗ്രിബ് ഞാൻ നിസ്കരിച്ചിട്ടില്ല, യാത്രക്കാരനാണ്. അപ്പോൾ അവിടെ ഇശ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3ാമത്തെ റക്അത്തിൽ ഇരുന്ന് സലാം വീട്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അത് അങ്ങനെയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ആളുകൾ അതിലൊരു തന്ത്രം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എത്തിയാലും വെറുതെ അവിടെ തിരിഞ്ഞു കളിക്കും. എന്നിട്ട് ഒരു റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയം എളുപ്പമായല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ മസ്അല പണ്ഡിതന്മാർക്കിടയിൽ ഇത്ര കഷ്ടപ്പെട്ട് അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒരു റക്അത്ത് കഴിയുന്നത് വരെ അവിടെ ഇവിടെ തിരിഞ്ഞിട്ട് 2ാമത്തെ റക്അത്തിൽ ഇശായിൽ കൂടിയാൽ മതിയെന്ന് അല്ല. ഇമാം ജമാഅത്ത് ഇവിടെ തുടങ്ങിയാൽ നമ്മൾ പിന്നെ വേറെ നിസ്കാരത്തിലോ തിരിഞ്ഞിരിക്കാനോ പാടില്ല. ഖാമത്ത് വിളിച്ചാൽ നേരെ നമ്മൾ വരണം, ജമാഅത്ത് നിസ്കാരത്തിലേക്ക് വരണം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ മാറി നിന്നിട്ട് ഒരു റക്അത്ത് പോകാൻ നിൽക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.